ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷെയർ ആൻഡ് ട്രേഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളത് പറഞ്ഞുതരാം എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന്. പുതിയ ഒരാൾക്കാണെങ്കിൽ കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഈ ഒരു ലൈനിൽ മുകളിലേക്കാണെങ്കിൽ നമുക്കൊരു ബൈയിങ്ങിന് ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റുന്ന ലെവലാണ് ഈ കാണുന്ന ലൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് ഒരു 1:3 എന്നുള്ള ലെവലിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ സെല്ലിംഗ് ലെവലാണ് ആക്ടിവേറ്റ് ആവുന്നതെങ്കിൽ ഈ കാണുന്ന ലെവലാണ് സെല്ലിംഗ് ലെവൽ. ഇതിന് താഴേക്ക് നമുക്ക് സെല്ലിങ്ങിന് ഒരു ചാൻസ് ഉണ്ട് എന്ന് പറയുകയാണ്, ഷോർട്ട് സെല്ലിങ്ങിന്. ഓക്കെ, ആ സമയത്തുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കും ഇത്. ഫസ്റ്റ് ടാർഗറ്റ് ഇത്, സെക്കൻഡ് ടാർഗറ്റ് ഇത്, തേർഡ് ടാർഗറ്റ് ഇത്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ സ്റ്റോക്കാണ് വോൾട്ടാസ്. വോൾട്ടാസ് 712 രൂപ കണ്ടറിയാൻ എഴുതുന്നുണ്ട്. 712 രൂപയ്ക്ക് മുകളിലാണെങ്കിൽ നമുക്കൊരു ബൈയിങ്ങിന് ഓപ്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ലെവൽ പ്രകാരം ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കാറില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം നമുക്കത് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല എന്താണ് നടക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ക്യാൻഡിൽ ഒഴിവാക്കുകയാണെങ്കിൽ, കണ്ടോ, ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ഒഴിവാക്കുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ ഫസ്റ്റ് തന്നെ ആക്ടിവേറ്റ് ആയിരിക്കുന്നത് സെല്ലിംഗ് ലെവലാണ്. ഈ ഒരു ലെവലിന് താഴത്തേക്ക് നമുക്ക് സെല്ല് ചെയ്യാം എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ കൺസെപ്റ്റ് പ്രകാരം ഇതിവിടെ വന്നു. ഓക്കെ, ഈ ഒരു ക്യാൻഡിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആയിട്ടുണ്ട്. കണ്ടോ, ഇതിവിടെ വന്നു, നമ്മൾ ഇങ്ങോട്ട് വരുമെന്ന് വിചാരിച്ചു, ബട്ട് അത് തിരിച്ചു പോയി നമ്മൾ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മളെ ഈ ലെവല് ഈവനിങ് ആയപ്പോൾ ഈ ലെവൽ നമ്മൾ ആക്ടിവേറ്റ് ആയി. ഇത് കണ്ടോ, എത്ര കറക്റ്റായിട്ടാണ് നമുക്ക് ആ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് നോക്കിയേ. തിരിഞ്ഞു നോക്കേണ്ടി കൂടി വന്നിട്ടില്ല അല്ലേ ഫ്രണ്ട്സ്. അടുത്തത് സീലാണ്. സീല് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഈ സമയത്ത് കണ്ടോ, ഇവിടെ നമ്മുടെ സെല്ലിംഗ് ലെവൽ ആക്ടിവേറ്റ് ആണ്. നേരെ ഇങ്ങോട്ട് വന്നു, ഫസ്റ്റ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. അടുത്തത് പവർ ഗ്രിഡ് ആയിരുന്നു. പവർ ഗ്രിഡ് ഗ്യാപ്പ് അപ്പാണ് ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. നമുക്ക് നാളേക്ക് ഇത് വാച്ച് ചെയ്യാവുന്നതാണ്. കാരണം ഇതൊരു ബ്രേക്ക് ഔട്ട് തരുമ്പോൾ ചാൻസ് ഉണ്ട്. കാരണം ഇതൊരു ഏരിയയിൽ കൺസോളിഡേറ്റ് ആയതുകൊണ്ട്, അതായത് ഈ ഒരു ലെവലിന് മുകളിൽ 174.40ക്ക് മുകളിൽ ഒരു അപ്വേർഡ് മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. അപ്പോൾ നാളെ വാച്ച് ചെയ്യാം എന്തായാലും. ഫ്രണ്ട്സ്, അടുത്തത് ഡെൽറ്റ കോർപ്പ് ആയിരുന്നു. ഡെൽറ്റ കോർപ്പ് കാണുമ്പോൾ മനസ്സിലാവും. നമ്മുടെ അടുത്തത് ഡെൽറ്റ കോർപ്പാണ്. ഡെൽറ്റ കോർപ്പ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇവിടെ ടച്ച് ചെയ്തു എന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ എന്തായാലും ടച്ച് ചെയ്താൽ നമുക്ക് കുഴപ്പമില്ല. ഫസ്റ്റ് ക്യാൻഡിൽ നമ്മൾ ട്രേഡ് എടുക്കുന്നില്ല. ഇത് നമ്മുടെ സെല്ലിംഗ് ലെവലാണ് ആക്ടിവേറ്റ് ആയിരിക്കുന്നത്. സെല്ലിംഗ് ലെവൽ ആക്ടിവേറ്റ് ആയതിനു ശേഷം കണ്ടോ, എത്ര ക്ലിയർ ആയിട്ട് നമ്മൾ 3 ടാർഗറ്റ് അച്ചീവ് ചെയ്ത് നല്ലൊരു ഡൗൺവേർഡ് മൂവ്മെന്റും തന്നിരിക്കുകയാണ്. അടുത്തത് ഇൻഫോസിസ് ആണ്. ഇൻഫോസിസ് ഫസ്റ്റ് ക്യാൻഡിൽ തന്നെ ഇത് ക്രോസ് ചെയ്തു. അടുത്ത ക്യാൻഡിൽ നമ്മളെ പ്രൈസ് ലെവൽ തന്നെ നിൽക്കുന്നിരുന്നത്. നമ്മളിത് എടുത്തു എന്ന് തന്നെ വിചാരിക്കാം. സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. കാരണം ഒരു ഇൻഡിക്കേഷനും ഇല്ല ശരിക്കും ഇവിടെ. എന്നാലും നമ്മൾ എടുത്തു വിചാരിക്കുക സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റോപ്പ് ലോസ് ഹിറ്റായി. ബട്ട് നമുക്ക് ആ ഒരു ലെവലിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നോക്കുക. കാരണം നമ്മൾ ഈ പ്രൈസ് ലെവലിൻ്റെ അവിടെ സപ്പോർട്ട് എടുത്തുകൊണ്ട് അത് നേരെ നമ്മുടെ ബൈയിങ് ലെവലിനെയും ക്രോസ് ചെയ്തു. ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ് അച്ചീവ് ചെയ്തു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺഫർമേഷൻ വന്നതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. കാരണം ഇത് അങ്ങോട്ടാണ് പോകുന്നത്, പ്രൈസ് മൂവ്മെൻറ്റ് അങ്ങനെയാണ് എന്നുള്ള കൺഫർമേഷൻ വന്നതിന് ശേഷം, ഇതൊരു നമ്മളൊരു ലൈൻ വരയ്ക്കുമ്പോൾ ഇതൊരു റീജിയൻ ആയിട്ടാണ് പറയുന്നത്. ശരിക്കും ഒരു പോയിന്റ് അല്ല, ഒരു റീജിയൻ ആണ്. ആ റീജിയനിന് അങ്ങോട്ട് കടന്നു, അല്ലെങ്കിൽ അവിടെ ഒരു സപ്പോർട്ട് മുകളിൽ ബൈയിങ് ആണെങ്കിൽ അവിടെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കൺഫർമേഷൻ വരുത്തിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക. ഇനി സെല്ലിംഗ് ആണെങ്കിൽ റെസിസ്റ്റൻസിന് താഴത്തേക്ക് വരും, റെസിസ്റ്റൻസ് എടുത്തിട്ട് താഴത്തേക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്ന് കൺഫർമേഷൻ വരുത്തിയതിന് മാത്രം ട്രേഡ് എടുക്കുക. അത് നിങ്ങൾക്ക് എന്ത് ഇൻഡിക്കേറ്റേഴ്സോ കാര്യങ്ങളോ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് ബന്ധൻ ബാങ്ക് ആണ്. ബന്ധൻ ബാങ്ക് ഗ്യാപ്പ് അപ്പ് ആണെങ്കിലും നമ്മളെ ലെവലിന് താഴെയാണ് അത് എന്ത് ചെയ്തിരിക്കുന്നത്, ഓപ്പൺ ആയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ട്രേഡ് എടുക്കാവുന്നതാണ്. നമ്മൾ 3 ടാർഗറ്റും അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബന്ധൻ ബാങ്ക് നല്ലൊരു മൂവ്മെന്റ് ആണ് ഇന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നാളത്തേക്ക് ഞാൻ ഏതൊക്കെ പിക്സ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ പറയുന്ന പ്രൈസ് ലെവൽസ് ഒക്കെ എഡ്യൂക്കേഷണൽ പർപ്പസിനാണ്. നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. നമ്മുടെ ഫസ്റ്റ് പിക്ക് അമർ രാജ ബാറ്ററി ആണ്. അമർ രാജ ബാറ്ററി കണ്ടോ, ഒരു പ്രത്യേക റീജിയനിൽ കൺസോൾട്ടേറ്റ് ആയി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ് 777 രൂപ 70 പൈസയ്ക്ക് മുകളിലേക്ക്, ഈ ഒരു റേഞ്ചിന് മുകളിലേക്ക് ഒരു
ബൈയിങ് ലെവൽ ആക്ടിവേറ്റ് ആവാൻ സാധ്യതയുണ്ട്. ഈ ഒരു ലെവൽ 760-95 താഴത്തേക്കാണെങ്കിൽ ഒരു സെല്ലിംഗ് ലെവൽ ആക്ടിവേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ആ സമയത്തുള്ള സ്റ്റോപ്പ് ലോസ് ആണിത്. ബൈയിങ് ലെവലിൽ, അതായത് 777 രൂപയ്ക്ക് മുകളിലാണെങ്കിലുള്ള സ്റ്റോപ്പ് ലോസ് ആണിത്. 760 രൂപ 95 പൈസയ്ക്ക് താഴത്തേക്കാകുമ്പോൾ ആ ലെവലിലുള്ള സ്റ്റോപ്പ് ലോസ് ആണ് ഇത്. ഓക്കെ, അതിനുശേഷം ഫസ്റ്റ് ടാർഗറ്റ്, സെക്കൻഡ് ടാർഗറ്റ്, തേർഡ് ടാർഗറ്റ്, സെല്ലിംഗ് ലെവലിൻ്റെ ടാർഗറ്റ്സ്. ഇത് ബൈയിങ് ലെവലിൻ്റെ ടാർഗറ്റ്സ്. ഓക്കെ, ഇനി ഞാൻ എല്ലായ്പ്പോഴും ഇത് പറയുന്നില്ല, പ്രൈസ് ലെവൽസും കാര്യങ്ങളും മാത്രമേ പറയുന്നുള്ളൂ. നമ്മുടെ വീഡിയോ ഭയങ്കര ലെങ്തി ആവും, അതുകൊണ്ട് തന്നെ. അടുത്തത് TCS ആണ്. TCS എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2600 എന്നുള്ള ലെവല് TCSനെ സംബന്ധിച്ചൊരു പ്രധാനപ്പെട്ട ലെവലാണ്. അതിന് താഴത്തേക്ക് വരികയാണെങ്കിൽ നല്ലൊരു ഫോളിന് ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത് എടുത്തിരിക്കുന്നത്. ട്രേഡ് എടുക്കുമ്പോൾ എന്തായാലും പറഞ്ഞ പോലെ തന്നെ സൂക്ഷിച്ചെടുക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജി ഉപയോഗിച്ച് കൺഫർമേഷൻ വരുന്നതിന് ശേഷം മാത്രം എടുക്കുക. TCS 2623 രൂപയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് 2599 താഴെ, 2600 താഴത്തേക്ക്. അപ്പോൾ നന്നായിട്ട് വാച്ച് ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ലൊരു ഫോൾ വീഴാൻ ചാൻസ് ഉണ്ട്. കണ്ടോ, അടുത്തത് ഹിന്ദു പെട്രോൾ ആയിരുന്നു. ഹിന്ദു പെട്രോയിൽ കണ്ടോ ഒരു ട്രയാങ്കിൾ ഫോർമേഷൻ കാണുന്നുണ്ട്. ഈ ട്രയാങ്കിളുടെ ബ്രേക്ക്ഔട്ടിനനുസരിച്ചും ട്രേഡ് എടുക്കാവുന്നതാണ്. അതിൻ്റെ ബൈയിങ് ലെവൽ എന്ന് പറഞ്ഞാൽ 158.5 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അതിൻ്റെ സെല്ലിംഗ് ലെവൽ എന്ന് പറഞ്ഞാൽ 185.7 താഴേക്കാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിനും ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ്, അടുത്ത NTPC ആണ്. NTPC എന്തായാലും എല്ലാവരും എന്ത് ചെയ്യണം, അവരുടെ വാച്ച് ലിസ്റ്റിൽ നിർബന്ധമായിട്ട് വേണ്ടതാണ്. കാരണം ഇവർ ബൈബാക്ക് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഉള്ള പ്രൈസിനേക്കാളും കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു ബൈയിങ് പ്രഷർ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നാളെ അത് ഒന്ന് വാച്ച് ലിസ്റ്റിൽ വെക്കുക. പിന്നെ നമ്മൾ അനലൈസ് ചെയ്ത പ്രകാരം 89 രൂപ 80 പൈസയ്ക്ക് മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. 87 രൂപ 25 പൈസയ്ക്ക് താഴെയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിന് ചാൻസ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ട്രെൻഡ് ലൈനിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ബുള്ളിഷ്നെസ്സിന് ചാൻസ് ആണ് കാണുന്നത്. ഞാനിത് എടുത്തതിന് ശേഷമാണ് ഇങ്ങനത്തെ ഒരു ന്യൂസ് ഞാൻ കേട്ടത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വാച്ച് ചെയ്യുക. അടുത്തത് ലൂപ്പിൻ ആണ്. ലൂപ്പിൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അടുത്തത് ലൂപ്പിലാണ്. ലൂപ്പിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. നല്ലൊരു ഫോൾ വന്ന് നിൽക്കുകയാണ്. ഫോൾ വന്നിട്ട് ഒന്ന് എന്ത് ചെയ്യാന്നാണ്, ഹാൾട്ടായി നിൽക്കുകയാണ്. അത് ഇത്രയും താഴ്ചയിലേക്കുണ്ട്. അടുത്തത് ലൂപ്പിൻ ആയിരുന്നു. ലൂപ്പിൻ കണ്ടറിയാം, നല്ലൊരു ഫോൾ വന്നിട്ട് ഇവിടെ ഒന്ന് റെസ്റ്റ് എടുത്ത് നിൽക്കുകയാണ്, ഒന്ന് ഹാൾട്ടായി നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന് ചിലപ്പോൾ നല്ലൊരു മൂവ്മെന്റ് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും ദിവസം വീണ് ഒന്ന് ഹാൾട്ടായി, ചിലപ്പോൾ നാളെ ഒരു ദിവസം കൂടി ഒരു സൈഡ് വൈസ് മൂവ്മെന്റിന് ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ 916.90 മുകളിലേക്ക് ഒരു ബുള്ളിഷ്നെസ്സിനും 905.95 താഴെയാണെങ്കിൽ ഒരു ബിയറിഷ്നെസ്സിനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്തിട്ട് ട്രേഡ് എടുക്കുക. ഓക്കെ, കാരണം സൈഡ് വൈസ് മൂവ്മെന്റ് വരികയാണെങ്കിൽ നമ്മളെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രൈസ് ലെവൽസ് എല്ലാം എഡ്യൂക്കേഷണൽ പർപ്പസിന് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ സ്ട്രാറ്റജിയും ഈ കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾ ട്രേഡിലേക്ക് എൻട്രി ചെയ്യുക. പിന്നെ അത് മാത്രമല്ല ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ഞെക്കി വയ്ക്കുക. ഓക്കെ, എല്ലാവരോടും പറയാനുള്ളത്, നാളെ US ഇലക്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചും എല്ലാം കെയർ ചെയ്തും കൊണ്ടും ട്രേഡ് എടുക്കുക. ഓക്കെ, നാളെ ഒരു ദിവസം ട്രേഡ് എടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നും ഇല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വൊളാട്ടിലിറ്റി ഉണ്ടാവും. കാരണം എന്താണ് സ്ഥിതി എന്നുള്ളത് ആർക്കും അറിയില്ല. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ നിങ്ങളുടെ വിട പറയുകയാണ്. നിങ്ങളുടെ സ്വന്തം അരുൺ ജി.